الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. എന്തിനാണ് ജനനവും മരണവും അള്ളാഹു നൽകിയത്? അതാണ് അള്ളാഹു പറഞ്ഞത്, നമ്മളിൽ ഏറ്റവും നന്നായി അമല് ചെയ്യുന്നത് ആരാണ് എന്ന് നോക്കുന്നതിന് വേണ്ടി, പരീക്ഷിക്കുന്നതിന് വേണ്ടി. ലിയബ്ലുവക്കും, പരീക്ഷിക്കുന്നതിന് വേണ്ടി. മനുഷ്യനെ സൃഷ്ടിച്ചത് എന്തിനു വേണ്ടി എന്നുള്ളതിനാണ് അള്ളാഹു ഇവിടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആനിൽ വ്യത്യസ്തമായ പല സൂറകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്. നമുക്കൊക്കെ അറിയുന്ന സൂറത്തുൽ ഇൻസാനിന്റെ തുടക്കം തന്നെ അള്ളാഹു പറയുന്നുണ്ട്, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒക്കെ ഒരു കാലഘട്ടം നമ്മുടെ ഒക്കെ മേലുണ്ടായിരുന്നു, നമ്മളെക്കുറിച്ച് ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടം, ഇല്ലേ? നമുക്കൊരു 50 വയസ്സുള്ള ഒരുത്തനെ സംബന്ധിച്ചിടത്തോളം 51 വർഷം മുമ്പ് എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ആൻസർ ഇല്ല, നമ്മൾ എവിടെയാണ് എന്നുള്ളത്. 40 വയസ്സുള്ളവനെ സംബന്ധിച്ചിടത്തോളം 41 വർഷം മുമ്പ് എവിടെയെന്ന് ചോദിച്ചാൽ അവൻ ആൻസർ ഇല്ല. അപ്പൊ അവിടെ അള്ളാഹു ഒന്നും പറയാൻ പറ്റാത്തൊരു കാലഘട്ടം നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടില്ല അള്ളാഹു ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറ. എന്നിട്ട് അള്ളാഹു പലതിനാലും മിശ്രിതമായിട്ടുള്ള ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് അള്ളാഹു എന്ത് ചെയ്തു? മനുഷ്യനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു. എന്തിനാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെയും എന്താണ് പറയുന്നത്? നബ്തലീഹി എന്നാണ്. അവനെ നാം പരീക്ഷിക്കുന്നതിന് വേണ്ടി, അവനെ പരീക്ഷിക്കുന്നതിന് വേണ്ടി. അതിനാണ് അള്ളാഹു അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ഒക്കെ ആക്കി തീർത്തത്. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ഷാക്കിറു വ ഇമ്മാ കഫൂറ. നിനക്ക് 2 മാർഗവും അള്ളാഹു കാണിച്ചു തന്നു. ഷാക്കിറിന്റെ മാർഗവും കാഫിറിന്റെ മാർഗവും, 2 മാർഗവും അള്ളാഹു കാണിച്ചു തന്നു, നമുക്ക് തെരഞ്ഞെടുക്കാം. അപ്പോ എന്താണ് അള്ളാഹു? അതുകൊണ്ട് അള്ളാഹുവിന്റെ ഒരു നടപടിക്രമത്തെ ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല. അള്ളാഹു എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു പരീക്ഷയൊക്കെ വെക്കുന്നത്, എന്തിനാ അങ്ങനെ ഒരു പരീക്ഷണമൊക്കെ എന്നതിനെ കുറിച്ചുള്ള ചോദ്യം ചെയ്യാൻ നമ്മൾ ആളല്ല.